കൊല്ലത്ത് RSPക്ക് വേണ്ടി NK പ്രേമചന്ദ്രന്റെ മകൻ സ്ഥാനാർത്ഥിയാകുമോ? കൊല്ലം ജില്ലയിലെ ഒരു കാര്യമാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ RSP എന്ന് പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ UDF ഉള്ള രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതിന്റെ MLA-മാരുടെ ശക്തി മാത്രം വെച്ചല്ലല്ലോ അളക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ എല്ലാ ഐക്യ കേരള സംസ്ഥാന രൂപീകരണത്തിനും മുതൽ കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരം മത്സരിക്കുകയും മന്ത്രിസ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ 2016, 21 അവർക്ക് സംഭൂജിരാണ്. ഈ മാർഷൽ പറഞ്ഞ പോലെ ആരും ഒരു സ്ഥാനാർത്ഥികളും ജയിക്കുന്നില്ല. പക്ഷേ 96-ൽ അവർ ഏതാണ്ട് 6 MLA-മാരുണ്ടായിരുന്നു. അതിനകത്ത് ബേബി ജോൺ മാറുന്ന സമയത്ത് VP രാമകൃഷ്ണനുള്ള മന്ത്രിയായിരുന്ന സംബന്ധിച്ചാണ് ചില തർക്കമൊക്കെ ഉടർന്നതും RSP B വന്നതും ഒക്കെ. പിന്നീട് 2001-ൽ രണ്ടിടത്തു നിന്നും 2 പേര് വീതം ജയിച്ചു. 2006-ൽ മറ്റേ B പോയി, ഔദ്യോഗിക RSP 3 പേര് ജയിച്ചു. 2011 അസീസും കോവൂർ കുഞ്ഞുമോനും മാത്രമായി. ഷിബു ബേബി ജോൺ തോറ്റു. ആ സമയത്താണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ കളം മാറുന്നത്. അതിനുശേഷം RSPയെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ സീറ്റ്, അവരുടെ പ്രസ്റ്റീജിയസ് ലോക്സഭാ സീറ്റ് തിരിച്ചു കിട്ടിയെങ്കിലും നിയമസഭയിൽ നിന്ന് അവർക്ക് പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഒരു പക്ഷേ അവർക്ക് ബംഗാളിൽ നിന്ന് പോലും ഇപ്പൊ MP ഇല്ലാത്ത സ്ഥിതിക്ക് അവരുടെ പാർട്ടിക്ക് പിന്നെ നാഷണൽ ലെവലിൽ ഒരു MP ഉള്ളൂ. അതിന് മുൻപ് N പീതാംബരക്കുറുപ്പ് കൊല്ലത്തെ പുതിയ ഡീലിമിറ്റഡ് മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രേമചന്ദ്രൻ ജയിച്ചത്. പ്രേമചന്ദ്രൻ മാത്രം ജയമല്ല, അതിന് മുമ്പ് UDF സ്ഥാനാർത്ഥിയായിട്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ പക്ഷേ ഈ പിന്നെ RSPയുടെ റാങ്ക് ആൻഡ് ഫയലിന് ഈ പറഞ്ഞതുപോലെ MLA-മാർ ജയിക്കാത്തതുകൊണ്ട് മുന്നണി മാറണം, തിരിച്ച് LDF-ലേക്ക് വരണം എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ ഈ പിന്നെ പ്രേമചന്ദ്രന്റെ ഒരു അപ്രമാദിത്വവും നേതൃത്വവും പ്രേമചന്ദ്രന്റെ MP സ്ഥാനമാണ് അതിന് പലപ്പോഴും അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇരവിപുരത്ത് സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ട്. ഷിബു ബേബി ജോൺ ഇന്ന് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് അസീസിനെ ചുമതലയേൽപ്പിച്ച് ചവറയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചവറ, ഇരവിപുരം ആണ് 2 പ്രധാന മണ്ഡലങ്ങൾ അവർക്കുള്ളത്. പിന്നെ കോവൂർ കുഞ്ഞുമോന്റെ മണ്ഡലത്തിലും ഉല്ലാസ് കോവൂർ വീണ്ടും മത്സരിക്കുമായിരിക്കാം. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട വലിയ കാര്യമില്ല. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിലാണ് ആകെ ഉള്ളത്. ഇത്തവണ കൂടി നിയമസഭാ പ്രാതിനിധ്യം ഇല്ലാതെ വന്നാൽ അത് RSPക്ക് ഉള്ളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും സ്വാഭാവികം പിന്നീട് മുന്നണി മാറ്റം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ്. ഈ മുന്നണി മാറ്റം എന്ന് പറയുമ്പോൾ സാധാരണ അവർ മെൻഷെവിക്കായി, അവർ ബോൾഷെവിക്കായി, പിന്നീട് അവർ എന്തായി അസീസ് തന്നെ പറഞ്ഞു RSP കൂ എന്ന് പറഞ്ഞു. കുഞ്ഞുമോൻ അല്ല, അസീസിനെ സംബന്ധിച്ച് അദ്ദേഹം ശരിക്കും 2006-ൽ അവർ മാറുന്ന സമയത്ത് 2016-ൽ മന്ത്രിയാവേണ്ട ആളായിരുന്നു. മണ്ഡലം തന്നെ പോയി, പുസ്തക മണ്ഡലങ്ങളൊക്കെ പോയി. ഇവർ പരസ്പരം പടവെട്ടിയതാണ്. RSP എന്ന് പറഞ്ഞാൽ RSP പടവെട്ടിയതിനകത്ത് മറ്റൊരു കാര്യം കൂടി RSPക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെ പടവെട്ടിക്കലും എന്നിട്ട് സീറ്റുകൾ കുറച്ച് മുന്നണി, പ്രത്യേകിച്ചും ഇടതുമുന്നണി അവരുടെ സീറ്റുകളൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളൊരു ആക്ഷേപം RSP ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോൾ അതിനകത്ത് നേതാക്കൾ അതാണ് മുന്നണി രാഷ്ട്രീയം. മുന്നണി രാഷ്ട്രീയത്തിൽ മറ്റേ കൂടെ ഉള്ളവർ മുന്നണിയെ പാർട്ടിയെ വളർത്തുക എന്നുള്ളതല്ല, അവരെ എങ്ങനെ ദുർബലപ്പെടുത്താമോ അങ്ങനെ ദുർബലപ്പെടുത്തി കേരള കോൺഗ്രസ്. അല്ല, അത് മാത്രമല്ല 96-ലെ പാർട്ടിയിലെ സ്പ്ലിറ്റ് വന്നതിനെ തുടർന്ന് തൊട്ടടുത്ത പാർലമെന്റ് ഇലക്ഷൻ 99-ലെ ഇലക്ഷനിൽ ആ സീറ്റ് തിരിച്ചെടുത്തു. അങ്ങനെ P രാജേന്ദ്രൻ മത്സരിക്കുകയും രാജേന്ദ്രൻ ജയിക്കുകയും ചെയ്തു. അതാണ് ആ പാർട്ടിയുടെ സ്പ്ലിറ്റാണ് പ്രധാന കാരണം. ആ പാർട്ടിയിലെ സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ബോൾഷെവിക് മെൻഷെവിക് എന്നൊക്കെ ഇവരിടുന്നതേ ഉള്ളൂ. എന്താണ് ഇവരുടെയൊക്കെ അടിസ്ഥാന പ്രശ്നം? CPM ഇപ്പൊ ഈ പറയുന്ന RSP പറയുന്ന ആക്ഷേപത്തെ കുറിച്ച് CPM-ന് പറയാനുള്ളത്, അവർ പല മണ്ഡലങ്ങളിലും ജയിക്കുന്നത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്, ഞങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം, അല്ലാതെ അവർക്കായിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടല്ലോ. ആ അരുവിക്കര മണ്ഡലത്തിൽ RSP അല്ലേ മത്സരിച്ചുകൊണ്ടിരുന്നത്, അവിടെ ജയിക്കുന്നത്. ആ അരുവിക്കര മണ്ഡലം ഇന്ന് CPM-ന്റെ കയ്യിലാണ്. CPM അത് തിരിച്ചു പിടിച്ചെടുത്തു. സ്വാഭാവികമായിട്ടും അവർ പറയുന്ന പല ശരി ഇരവിപുരം CPM തിരിച്ചു പിടിച്ചെടുത്തു. കാരണം ഇതിലെല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവർ 2 നേതാക്കന്മാരുണ്ടാവും, അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും അവരുടെ പ്രശ്നവും എത്ര തെരുവിൽ എത്ര അടി. അതായത് ഇപ്പൊ എവിടെയാണ് ഇന്ത്യയിലോ വേറെ ഏതിലോ പാർട്ടിയിലൊക്കെ പോയിട്ട്